பூப்பாறையில் உயர்நீதிமன்ற தீர்ப்பு நடைமுறைப்படுத்தப்பட்டதை தொடர்ந்து வீட்டை இழந்த 15 குடும்பங்களுக்கு 6 மாதத்திற்குள் மறுவாழ்வு ஏற்படுத்தப்படும் என்று பஞ்சாயத்து அதிகாரிகள் தெரிவித்தனர். கடந்த தினம் 29 வீடுகள் 3 ஆராதனை ஆலயங்கள் இடிக்கப்பட்டிருந்தன. வீட்டை இழந்தவர்களுக்கு தற்காலிக வசதிகள் செய்து கொடுக்கப்பட்டுள்ளதாக பஞ்சாயத்து தலைவர் தெரிவித்துள்ளார். பூப்பாறையில் பொதுமக்களை காலி செய்து இடிக்கப்பட்ட வீடுகள் மற்றும் கட்டிடங்களின் கழிவுகளை நீக்கும் பணி இப்போதும் தொடர்கிறது. 29 வீடுகளும் 3 ஆராதனை ஆலயங்களும் உட்பட 88 கட்டிடங்கள் வியாழக்கிழமை மாவட்ட ஆட்சிக்கூடம் இடித்து மாற்றியது. ஆட்சி புறம்போக்கில் சட்டவிரோதமாக கட்டிய அந்த கட்டிடங்களை இடித்து நீக்க வேண்டும் என்று 2023 ஜனவரியில் உயர்நீதிமன்ற உத்தரவின் அடிப்படையில் 2024 பிப்ரவரி 7ஆம் தேதி இந்த கட்டிடங்கள் அரசு ஏற்றெடுத்தது. அன்று கடைகள் பூட்டி சீல் வைத்திருந்த போதும் வீடுகளில் தங்கியுள்ளவர்களை நீக்கம் செய்யவில்லை. உயர்நீதிமன்ற உத்தரவுக்கு எதிராக கட்டிட உரிமையாளர்கள் உச்சநீதிமன்றத்தை அணுகிய போதும் உச்சநீதிமன்றமும் உயர்நீதிமன்றத்தின் தீர்ப்பை சரிவைத்தது. இதோடு சுயமாக காலி செய்வதற்கான கால அளவு வழங்கப்பட்டது. நீதிமன்ற உத்தரவை நடைமுறைப்படுத்துவதன் ഭാഗமாக 29 വീടുകളും വ്യാഴക്കിഴமை നീക്കം ചെയ്ത് ഇടിക്കപ്പെട്ടன. ഇവിടുത്തെ 86ഓളം കെട്ടിടങ്ങളാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇടിച്ചു നിരത്തി നാശമാക്കിയിട്ടേക്കണേ. ബുൾഡോസർ രാജ് എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അത് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ പൂപ്പാറ ഒരു തുടക്കം തുടങ്ങിയേക്കണേ. ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലെയും ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലെയും പുഴയോരം അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഈ സംഭവങ്ങളുണ്ട്. പക്ഷേ ആദ്യം തുടങ്ങിയത് പൂപ്പാറയാണ്. ഇവിടുന്ന് 10-20ഓളം കുടുംബങ്ങളെ ഒരു വീടോ അതിനു വേണ്ട സജ്ജീകരണങ്ങളോ ഇല്ലാണ്ട് അവർ റോഡിലേക്കാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ക്യാൻസർ രോഗികൾ, പട്ടിണി, ഡെയിലി അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവരെയാണ് ഈ റോഡിലേക്ക് ഉദ്യോഗസ്ഥരെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു കണ്ണിച്ചോരി ഇല്ലാണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇത് കാണിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട രാത്രികൾക്ക് ഫുഡ് പോലും അവർക്ക് വല്ലതും കൊടുത്തിട്ടില്ല ഒരാൾക്കും. മറ്റു ഇവിടുത്തെ പ്രദേശവാസികൾ അതിനുള്ള പൈസയൊക്കെ സജ്ജീകരിച്ച് ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. വളരെ മോശമായ സംഭവമാണ് ഈ പൂപ്പാറ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിച്ചത്. 60 വർഷമായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും കയ്യേറ്റക്കാരല്ല അവർ കുടിയേറ്റക്കാരാണ്. 60 വർഷം ഇവിടെ താമസിക്കണമെങ്കിൽ ഈ ഡാം ഇവിടെ ഓണാക്കുന്നതിന് മുമ്പ് ഇവിടെ താമസക്കാരുണ്ടായിരുന്ന അങ്ങനെ വന്ന ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ഇറക്കി വിട്ടിരിക്കുന്നത്. അവരെ ഇറക്കി വിടുമ്പോൾ മാനസിക പരിഗണന അവർക്ക് റൂമെങ്കിലും എടുത്തു കൊടുക്കാനുള്ള ഇത് കാണിക്കണമായിരുന്നു. പക്ഷേ അവർ നേരെ റോഡിലേക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഈ 60 വർഷം കൊണ്ട് ഈ വില്ലേജ് ഓഫീസർമാർ, ഇവിടെ ഇരുന്ന വില്ലേജ് ഓഫീസർമാർ, ഇവിടെ ഇരുന്ന പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് ഇടക്കാലങ്ങളിൽ വീടുകൾക്ക് നമ്പർ കൊടുത്തു, കടയ്ക്ക് നമ്പർ കൊടുത്തു, കറണ്ട് കൊടുത്തു, ഫോൺ കൊടുത്തു. ഇതൊക്കെ കൊടുത്തുമ്പോൾ അവരെ നിന്ന് കാശും വാങ്ങിച്ച് അവരെ നിന്ന് കരവും വാങ്ങിച്ചിട്ട് ഒരു സമയത്ത് വന്ന് ഈ കരവും ഈ വീട് നമ്പറും അവർ എടുത്തുകൊണ്ട് പോവുകയും പിന്നെ അത് കയ്യേറ്റമാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അവർക്കെതിരെ ഒരു നടപടിയും ഇവിടുത്തെ ജില്ലാ കളക്ടറോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് സാധാരണക്കാരെ ജില്ലാ കളക്ടറടുത്തേക്ക് അവർ പോയി ചാവാനാണ് കളക്ടർ പറഞ്ഞത്. ചാവണതിന് മുമ്പ് നിങ്ങൾ ശമ്പളം കൊടുത്തതും നിങ്ങൾക്ക് മുമ്പിരുന്ന കളക്ടർമാരും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാരും അവർക്കെതിരെയൊക്കെ നിങ്ങൾ എന്ത് നടപടിയെടുക്കും? ഉദ്യോഗസ്ഥരെതിരെ എന്ത് നടപടിയെടുക്കും? വളരെ മോശമായി പോയെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പ ചോദിച്ചാല് നിങ്ങളുടെ വീട് പോവില്ല, കട മാത്രം പോകുന്ന അവര് പറഞ്ഞ. അതുകൊണ്ട് വിശ്വസിച്ച് ഞങ്ങൾ വേറെ വീട് നോക്കില്ല. ഇന്നലെ പോയി ഒരു വീട്ടിൽ രാത്രി കിടക്കാൻ ചെന്നപ്പോ കിടക്കാൻ സ്ഥലം തന്നു. ആ വീട് വിട്ട് കാലി ചെയ്യാൻ പറഞ്ഞു. ആള് കൂടുതൽ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് സാധനമൊക്കെ മഴയത്ത് നനഞ്ഞു കിടക്കുക. ഇന്ന് ഞങ്ങൾ സ്കൂളില് പിന്നെ രാജകുമാരി സ്കൂളിൽ വേണമെങ്കിൽ സാധനം വെക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. എത്ര നാൾ തരും? ഞങ്ങൾക്ക് ഒരു വീട് എവിടെങ്കിലും ഇവർ സംഘടിച്ച് തന്ന ഒരു വീട് കെട്ടി തരുന്നത് വരെ അവിടെ ഞങ്ങൾ നിന്നോളാം, ഞങ്ങൾ പോയില്ലെന്നൊക്കെ പറയില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ വിഷമടിച്ച് ചത്താലും കുഴപ്പമില്ലെന്നാ മോനെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല. ഇവരാ ഞങ്ങളെ പറ്റിച്ചത്. വരമ്പളൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ വീട് നോക്കുന്നത് വരെ ഇടിക്കില്ലെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. വന്ന് ഇടിക്കാൻ നിൽക്കുക. രാത്രി 2 മണിക്കാ തുടങ്ങിയവര്. ഞങ്ങളുടെ സാധനം പകുതി സാധനം നഷ്ടപ്പെട്ടു പോയി. ഉടുക്കാൻ തുണിയും ഒക്കെ വയ്ക്കാനുള്ള പാത്രം മാത്രമേ എടുത്തുള്ളൂ. ഇന്നലെ ഒരു സൗകര്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല. പാർട്ടിയിലും പറഞ്ഞ് 20-ല് ഞങ്ങൾ അവസ്ഥ വച്ചതാ. ഇവിടെ പഞ്ചായത്തിൽ ചെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ചെയ്തു പോയി. ഞങ്ങൾ 2-3 പിള്ളേരുണ്ട്. എൻ്റെ മകൾക്കാണെങ്കിൽ കെട്ടിയവനില്ല, 4 മക്കളുണ്ട്. ഞങ്ങൾ എവിടെ പോവാനാ? ഒരു വാടക കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു വഴിയില്ലാതെ നിൽക്കണം. ഞങ്ങൾക്ക് സ്വന്തത്തിൽ ബന്ധത്തിൽ ഉണ്ടായാലും ഞങ്ങൾക്ക് സഹായിക്കാൻ ആളില്ല മക്കളെ. 17 குடும்பங்களுக்கு வேறு இடமும் வீடும் பூமியும் இல்லை. இதில் 2 குடும்பங்களுக்கு முன்பே லைஃப் திட்டத்தில் வீடு அனுமதிக்கப்பட்டிருந்தது. வீடு கட்டுமான வேலைகள் நிறைவு செய்தால் இந்த 2 குடும்பங்களுக்கும் அங்கு மாறலாம். மீதமுள்ள 15 குடும்பங்களுக்கும் 6 മാസത്തിற்குள் മറുവാழ்വ് ഏർപ്പെടുത്തപ്പെടും என்று സാന്തമാരി പഞ്ചായത്ത് தெரிவித்துள்ளது. പന്നിയാർപ്പുഴയിൽ തീരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുടുംബങ്ങളിൽ 15 കുടുംബങ്ങളാണ് വീട് സ്ഥലവും ഒന്നുമില്ലാത്തവരായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആ 15 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ തീരുമാനവും കുടുംബങ്ങളുടെ ലിസ്റ്റുമെല്ലാം കളക്ടർക്ക് നേരിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി
ആദ്യമായി അവരെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളക്ടർ പ്രത്യേക നിർദ്ദേശം സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ട് അവരെ 15 പേരെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനകം സ്ഥലവും വീടും നൽകി അവരെ സ്വന്തമായി വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത്. ഈ 15 കുടുംബങ്ങളെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തോടുകൂടി HMLന്റെ ലൈൻസ് ഫ്രീ ആയിട്ട് കിടക്കുന്നതിലേക്ക് താൽക്കാലികമായി അവരെ മാറ്റിക്കൊണ്ട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുകൾ ആയിരുന്നു അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ പല കൂട്ടത്തിലും ആളുകൾ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് അവരുടെ ഒരു പ്രൈവസി അതിനകത്ത് കിട്ടുന്നില്ല. ഒരു ഹാളിനകത്ത് തന്നെ 3ഓളം കുടുംബങ്ങൾ വരുന്നത് കൊണ്ട് അവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മൾ അവരെ ഓരോ കുടുംബങ്ങളാക്കി മാറ്റി താമസിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 5ഓളം പേരെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ ഈ ലൈൻസിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ കളക്ടർ അടുത്ത് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. வீடில்லாத அனைத்து குடும்பங்களுக்கும் தற்காலிக தங்கும் வசதி செய்துள்ள போதும் ஒரு வருடத்திற்கு தனியார் தேயிலை கம்பெனியின் காலியான வீடுகளில் இவர்களுக்கு அனுமதிக்க வேண்டும் என்றும் கம்பெனியிடம் கேட்டுக்கொள்ளப்பட்டுள்ளது. கம்பெனி இந்த கோரிக்கையை நிராகரித்தால் மாவட்ட ஆட்சிக்கூடம் மாற்று வசதிகள் செய்து கொடுக்கும். நியூஸ் பியூரோ ராஜகுமாரி.